ഹലോ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തായാലും 6 മാർക്കിന് ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവും. ആ 6 മാർക്ക് ഇതിലും ഈസി ആയിട്ട് കിട്ടാൻ വേറൊരു ചോദ്യം പോലും ഇല്ല. 6 മാർക്ക് ഫ്രം ബയോഗ്രാഫിക്കൽ സ്കെച്ച്. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കും വരിക: യു ഹാവ് ഗെയിൻഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ശ്രീകാന്ത് ബൊല്ലാസ് ലൈഫ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഫ്രം ഹിസ് സ്പീച്ച് യൂസിംഗ് ദ ഡീറ്റെയിൽസ് ഗിവൻ ബിലോ പ്രിപ്പയർ എസ് ബയോഗ്രാഫിക്കൽ സ്കെച്ച്. അപ്പോൾ എല്ലാവരും തന്നിട്ടുണ്ട്, ആൻസർ എഴുതാൻ വേണ്ടി എല്ലാവരും തന്നിട്ടുണ്ടാവും. നമ്മളത് പിടിച്ചിട്ട് കുറച്ച് ഒന്ന് സെന്റൻസ് ആക്കിയാൽ മതി അല്ലേ? ഏർലി ലൈഫ് നമ്മളൊന്ന് സെന്റൻസ് ആക്കാം, മേജർ ഇവൻസ് സെന്റൻസ് ആക്കാം, മേജർ റിഫ്ലക്ഷൻ സെന്റൻസ് ആക്കാം, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് സെന്റൻസ് ആക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ 6 മാർക്ക് വെറുതെ കിട്ടുന്ന പോലെയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇതിൻ്റെ ഫോർമാറ്റ് ഒക്കെ വളരെ സിമ്പിളാണ്. അതൊരു ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ശ്രീകാന്ത് ബൊല്ല എന്ന് തന്നെ കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിക്കൽ സ്കെച്ചാണ്, അത് തന്നെ കൊടുക്കുക. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി ഒരു ക്വാളിറ്റി എല്ലാം കൊടുക്കാം അല്ലേ, ദ ഡ്രീമർന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്താണ് ഹൈഫൺ ഇട്ടിട്ട് എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം കേട്ടോ, പേരെന്തായാലും വേണം. എന്നിട്ടൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സെന്റൻസ് ആക്കുക. എന്താണ് ഇതെങ്ങനെ സെന്റൻസ് ആക്കുക? ബോൺ വിത്തൗട്ട് ഐസ് ഫാർമേഴ്സ് ആണെന്നുള്ളതായി ഇങ്ങനെ സെന്റൻസ് ആക്കുക. ശ്രീകാന്ത് ബൊല്ല വാസ് ബോൺ വിത്തൗട്ട് ഐസ്. എപ്പോഴും പിന്നെ ശ്രീകാന്ത് ബൊല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹി വാസ് എ ഫാർമേഴ്സ് സൺ. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ഇതാക്കുക. 10ാം സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചു, 10th ഗ്രേഡിൽ 10th ഗ്രേഡിൽ 10ാം ക്ലാസ്സിൽ 90% കിട്ടി. അപ്പോൾ എന്താണ്, ഹി സ്റ്റഡീഡ് ഇൻ എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദ്. ഈ ഹൈദരാബാദ് എന്നുള്ള കാര്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൊടുത്ത് തന്നെ എഴുതിച്ചാൽ മതി. പക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ വേണം നിങ്ങൾക്ക് അത് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഹീ സ്കോർഡ് ഓവർ 90% മാർക്സ് ഇൻ 10th ഗ്രേഡ്. ഇനി മേജർ ഇവൻറ്റ്സ് എന്താ പറയുക? കുറേ കൊടുത്തിട്ടില്ലേ, നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുക. എങ്ങനെ പറയേണ്ടത്? പക്ഷേ സം മേജർ ഇവൻറ്റ്സ് ഇൻ ഹിസ് ലൈഫ് ഇൻക്ലൂഡ്, അല്ലെ സം മേജർ ഇവൻറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ഹിസ് ലൈഫും കൂടി ചേർക്കുകയാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്. എന്നിട്ട് അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക എന്തൊക്കെയാണ് കൊടുത്തത്. അടുത്തത് മേജർ അക്കംപ്ലിഷ്മെന്റ് എങ്ങനെയാണ്? ഹിസ് മേജർ അക്കംപ്ലിഷ്മെന്റ് ഇൻക്ലൂഡ്, അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക, എല്ലാ കാര്യവും കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. അവസാനം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, ആൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ഹിം ഇസ് ദാറ്റ്, നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ആരുടെ വന്നാലും ഈ ബയോഗ്രാഫിക്കൽ സ്കെച്ചിനെക്കാളും കൂടുതൽ എളുപ്പമുള്ള വേറെ സാധനമില്ല, വെറുതെ എഴുതി വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. യൂസിംഗ് ദ, കുറച്ചുകൂടി വലിയ ക്വസ്റ്റൻ ആണ്. യൂസിംഗ് ദ ക്ലൂസ് ഗിവൻ ബിലോ റൈറ്റ് എ ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് ആണ്. പേർഡി ലൈഫ് വന്നിട്ടുണ്ട്, മേജർ ഇവൻറ്റ്സ് വന്നിട്ടുണ്ട്, അക്കൗണ്ട്സ് വന്നിട്ടുണ്ട്, ഫോർട്ട് ഗോൾഡ് വന്നിട്ടുണ്ട്, ബേസിക്കലി നോബൽ പ്രൈസ് കിട്ടിയാരട്ടോ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് വന്നിട്ടുണ്ട്. സിമ്പിൾ. ഫസ്റ്റ് ഹെഡിങ് എഴുതുക, അദ്ദേഹത്തിന്റെ പേര് എഴുതി വെക്കുക. എന്നിട്ട് എന്താണ് ഈ ബോൺ ഓൺ, ഇതെങ്ങനെ പറയുക? ഗബ്രിയേൽ ഗാർസിയ മാർക്വേസ് വാസ് ബോൺ ഓൺ മാർച്ച് 6, 1927 ഇൻ ഈ സ്ഥലം കൊളംബിയ. വൃത്തിക്ക് അത്ര അതന്നെ എഴുതി വെക്കുക, സെയിം സാധനം അങ്ങോട്ട് എഴുതി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഹീ സ്റ്റഡീഡ് ലോ അറ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, അത് എഴുതി വെക്കുക. മേജർ ഇവൻറ്റ്സ് ഇൻ ഹിസ് ലൈഫ് ഇൻക്ലൂഡ് 3 സെന്റൻസ് ആക്കി വെക്കുക ബുള്ളറ്റ് പോയിന്റ് പകരം. ഹിസ് മേജർ അക്കംപ്ലിഷ്മെന്റ്സ് ഇൻക്ലൂഡ് കൊടുക്കുക. He also won the Nobel Prize in Literature. That's it. An interesting fact about him is that he is known affectionately as Gabo. Another fact is his writing. ഇതും കൂടി പറയാ, പരിപാടി തീർക്കുക. ഇത് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അല്ല, ഒബ്വിയസ്ലി. ഈ ഡൈഡ് എന്നുള്ള കാര്യം ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയരുത്. ഇത് രണ്ടും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയുക. ഡൈഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? ഹി പാസ്ഡ് അവേ ഓൺ 17 April 2014 ഇൻ മെക്സിക്കോ സിറ്റി. ദാറ്റ് ഇസ് ഓക്കെ. അപ്പം ഹി ഡൈഡ് എന്ന് പറയുന്നത് തെറ്റില്ല, പക്ഷെ കുറച്ചുകൂടി റെസ്പെക്ട്ഫുൾ ആയിട്ട് ഹി പാസ്ഡ് അവേ എന്നാട്ടോ പറയാ. ഓൺ പറയാ, പരിപാടി തീർക്കുക. ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. നിങ്ങളിവിടെ വായിച്ചു നോക്കിയാൽ തന്നെ ഉണ്ടാവുക. ഹിസ് മേജർ അക്കംപ്ലിഷ്മെന്റ്സ് ഇൻക്ലൂഡ്, അല്ലേ? സം മേജർ ഇവന്റ്സ് ഇൻ ഹിസ് ലൈഫ് ഇൻക്ലൂഡ്. ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിലും സിമ്പിൾ ആയിട്ടുള്ള വേറെ ഒരു ഡിസ്കോഴ്സ് പരീക്ഷയിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്ന് പഠിച്ചു വെക്കുക. ആകുള്ളത് ഇത് പ്രൊഫൈലായിട്ടും ചോദിക്കാം ചിലപ്പോൾ. അപ്പോഴും സെയിം ആണെന്ന് മനസ്സിലാക്കുക. റൈറ്റ് ഷോർട്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ആകെ പ്രൊഫൈലിൽ ഒരു പെട്ടി നമ്മൾ ഇടും പൊതുവെ, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള സെയിം ആണ്. അപ്പോൾ DH ലോറൻസിൻ്റെ പ്രൊഫൈൽ എന്താണ്, പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വേണമെങ്കിൽ ഫുൾ നെയിം എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇവിടെ തുടങ്ങുമ്പോൾ ഫുൾ പേര് വെച്ച് തുടങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഡേവിഡ് ഹെർബർട്ട് ലോറൻസ് വാസ് ബോൺ ഓൺ 11 September 1885 എഴുതി വെക്കുക. ഹിസ് പേരൻസ് വേർ എന്താണ്, ആർത്തർ ജോൺ ലോറൻസ് എന്താണ്, ലിഡിയ ബേർഡ്ഷോൾ എന്ന് എഴുതി വെക്കുക. ഹിസ് എഡ്യൂക്കേഷൻ വാസ് അറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഈ സ്റ്റഡീഡ് അറ്റ് എന്ന് എഴുതാം സിമ്പിളായിട്ട്. ഈ സ്റ്റഡീഡ് അറ്റ് ബ്ലാ 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 ബ്ലാ. ഹിസ് മേജർ വർക്ക്സ് ഇൻക്ലൂഡ് ഇത് കൊടുക്കുക. ദ തീംസ് വെയർ ഓൺ, സിമ്പിൾ ഭാഷ അല്ലേ? ഇൻ ഹിസ് ലേറ്റർ ലൈഫ് ഹി ട്രാവൽഡ് വൈഡ്ലി. അത്രേ ഉള്ളൂ പരിപാടി. ഡെത്ത് നമ്മളെങ്ങനെ പറയും? ഹി പാസ്ഡ് അവേ ഓൺ എന്ന ഡേറ്റ് എന്ന് പറയും. അതിന് മുമ്പ് ലെഗസി പൊതുവെ അതിന് മുൻപ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഹിസ് ലെഗസി ഇൻക്ലൂഡ് ബീങ് എ ബോൾഡ് മോഡേണിസ്റ്റ് റൈറ്റർ ഹു എക്സ്പ്ലോർഡ് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് നീഡ് ഫോർ സോഷ്യൽ. എല്ലാം ഇങ്ങനെ ഇൻക്ലൂഡ് വെച്ച് പറയാം, അത്രേ ഉള്ളൂ. ഫുൾ മാർക്ക് 5 or 6 മാർക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടും. ഓക്കെ. പ്രൊഫൈലാകുമ്പോൾ പിന്നെ ഒരു പെട്ടിയിലിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് ചെയ്തേക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ബയോഗ്രാഫിക്കൽ സ്കെച്ച് പെട്ടിയിലാക്കണം എന്നില്ല, പക്ഷെ പെട്ടിയിലാക്കിയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. കാരണം അതിന് പെട്ടിയാക്കണം അല്ലെ ആക്കണ്ട എന്നുള്ള ഫോർമാറ്റ് വ്യത്യാസമൊന്നുമില്ല. എന്നാലും വേണം പെട്ടിയിലാക്കാവുന്നതാണ് നിങ്ങൾക്ക്. പക്ഷെ ബേസിക്കലി അവർ പറഞ്ഞ ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഒബ്വിയസ്ലി ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വൃത്തിക്ക് സെൻറ്റൻസ് ആക്കുക. എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അല്ലേ, മേജർ ഇവൻറ്റ്സ് ഇൻക്ലൂഡ്, മേജർ അക്കോമഡേഷൻസ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാക്കുക. അവസാനം പാസ്റ്റ് അവേ, ഡെത്തിൻ്റെ കാര്യം മാത്രം പാസ്റ്റ് അവേ ഓൺ എന്നുള്ള ഡേറ്റും പറയാം, പരിപാടി തീർക്കാം. ചെയ്ത് വെച്ചാൽ ആ 6 മാർക്സ് എന്തായാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത്, വൃത്തിക്ക് എഴുതി വെക്കണം. ആ ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിലൊക്കെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് എല്ലാം, ഇംഗ്ലീഷിൻ്റെ മാത്രം കാര്യമല്ല പറയുന്ന എല്ലാ സബ്ജക്റ്റിനെയും, പ്രത്യേകിച്ച് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ ബയോളജിയിലൊക്കെ സോഷ്യലിലൊക്കെ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓഫറും കാര്യങ്ങളുണ്ട്, താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്ത് അതിലാണ് കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. എനിവേ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, തകർക്കണം.